മന്ത്രിമാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാതെ CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ശരത് പവാറുമായി NCP മന്ത്രിമാറ്റം ചർച്ചയായോ എന്ന ചോദ്യത്തിന് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് മാത്രമാണ് പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞത്. I discussed various matters with Mr. Sharad Pawar, but there is nothing to report. The will minister is change or not? Nothing to do with that. Shashindran will change or not, sir? I don't know. I discussed various matters, that's all. മറ്റൊരു പ്രതികരണം കൂടി. മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. NCPയിലെ മന്ത്രിമാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻപിൽ വരേണ്ട വിഷയമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല, വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ NCPന്റെ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. NCP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം സ്വാഭാവികമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി നിലപാടിനെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പ്രൊറഗേറ്റീവ് ആണ് എന്നാണ് LDF കൺവീനറും യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതെ, എന്തായാലും മന്ത്രിമാറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം. ആ നാടകത്തിന് തിരശ്ശീല വീണ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വേറൊരു നാടകം. അഭിലാഷേ, അങ്ങനെ എനിക്കൊരു കാര്യത്തിലേ സംശയമുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ വിവിധ പാർട്ടികളിൽ നിന്ന് അവരുടെ മന്ത്രിമാരെ അവർ നിശ്ചയിച്ച് മുഖ്യമന്ത്രി അറിയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി പറയോ CPIയിൽ നിന്ന് ഇന്ന ആളുകൾ മന്ത്രിയാകണം, അല്ലെങ്കിൽ ജനതാദളിൽ നിന്ന് ഇവരാകണം എന്ന് പറയുന്നില്ലല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് NCP എന്ന് പറയുന്ന പാർട്ടി പറയുന്ന വ്യക്തിയെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് NCPയുടെ പ്രശ്നം. തീർച്ചയായും രണ്ടുപേരുടെയും രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം ഒരു പക്ഷേ. നമുക്കറിയാം NCPയിലേക്ക് എങ്ങനെയാണ് തോമസ് ചാണ്ടി ആദ്യം വരുന്നത്, അതിനുശേഷം അനന്തരാവകാശിയായി ഇദ്ദേഹം വരുന്നത്. നോക്കി അതായിരിക്കാം പ്രധാനപ്പെട്ട ഘടകം എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ മന്ത്രിയാക്കിയാലുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കൺസേൺ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം.